വിദ്യാവിലാസിനി വരവന്നിനി ശിവകാമേശ്വരി ജനനി. വിദ്യാവിലാസിനി വരവന്നിനി ശിവകാമേശ്വരി ജനനി. ഒരു ദുഃഖബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ. ഹൃദയം സൗപർണികയാക്കൂ. ഒരു ദുഃഖബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ. ഹൃദയം സൗപർണികയാക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നെറുകയിൽ ഉദയാങ്കുലിയാകൂ. മംഗളമന്ദസ്മിതം തൂകൂ. എല്ലാവർക്കും നമസ്കാരം. പാട്ട് ഗുരുമുഖത്ത് നിന്ന് പഠിച്ചിട്ടില്ല, വളരെ ആഗ്രഹം കൊണ്ട് പാടിയതാണ്. അപ്പോൾ നാളെ വിദ്യാരംഭമാണ്. അപ്പോൾ വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ നാളെ അറിവിൻ്റെ ലോകത്തിലേക്ക് പിച്ചുവെക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്നേഹത്തോടു കൂടി ഉള്ള ആശംസകൾ അറിയിക്കുകയാണ്. ഏതൊരു പാട്ട് കേട്ടാലും സ്വാഭാവികമായിട്ടും പഠിക്കാത്ത ആളാണെങ്കിൽ തന്നെയും രണ്ടുപേരും ഒന്ന് മൂളിയാൽ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി, അതിപ്പോൾ മറ്റുള്ളവർ എത്രത്തോളം അത് ആസ്വദിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അതിനപ്പുറം ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതികളിലും ആലാപന ശൈലിയൊക്കെ ആയിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളും ദൈവവുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതല്ലേ നമുക്ക് ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് കൊടുക്കാനുള്ളൂ. അത് നമ്മളത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, ഭക്തിയോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതാണ് വലിയ കാര്യമെന്ന് പറയുന്നത്. അതിലിപ്പോൾ നമ്മൾ ഏത് ഗാനാലാപന ശൈലിയിലാണ് നമ്മൾ പാടുന്നതെന്നൊന്നും കാര്യമില്ല. നമ്മൾ എത്രത്തോളം അതിൽ നമ്മളെ സമർപ്പിച്ച് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇത്രയൊക്കെ പറയാനായിട്ടുള്ള കാരണം ഈശ്വരനും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയിട്ടാണ്. അതിൽ മറ്റുള്ളവരുടെ അതിനെ പറ്റിയിട്ട് അവരെന്ത് കരുതും എന്നതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് സംതൃപ്തമായിട്ടുള്ള കാര്യങ്ങൾ ഈശ്വരന് അർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ ആത്മീയ തലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ദിനവും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് പരിഗണന കൊടുക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഈശ്വരാരാധനയിലൂടെ മാത്രമേ ലഭ്യമാകുകയുള്ളൂ.